അമ്മയ്ക്ക് എന്താ? അമ്മ എഴുന്നേറ്റ് ഞാൻ അറിയണ്ടേ? രാവിലെ ഒറ്റയ്ക്ക് ഇരുന്ന് ഞാൻ പണിയെടുത്തോണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് അവിടെ ഇരുന്ന് വെറുതെ ഒച്ച ഉണ്ടാക്കിയാൽ മതി. അമ്മയ്ക്കൊന്ന് അടുക്കളയിൽ വന്നൊന്ന് ചായ എടുത്ത് കുടിച്ചാൽ എന്താ? എന്താ ചായ? ഓ, ചായ കിട്ടി. നിന്റെ പോലെ എഴുന്നേറ്റില്ലേ? പള്ളിയിലൊന്നും പോകണ്ടേ? ഇന്ന് ഞായറാഴ്ചയല്ലേ? ആ, അതെങ്ങനെയാ? നീ തന്നെ പള്ളിയിൽ പോകുന്നില്ല. ഇന്ന് വേർപാടുള്ള ദിവസമാണ്. അവള് പൊക്കോളും. അമ്മ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഓ, എഴുന്നേറ്റ് വന്നോ തമ്പ്രാട്ടി? കയ്യിലെന്തോ കൊണ്ടൊക്കെ ഉണ്ടല്ലോ വീട്. അത് കുട്ടികളുടെ ഇരിപ്പാണോ? കാല് കാത്തേക്ക് അമ്മേ നിനക്ക് അടുക്കളയിൽ പോയി കുടിച്ചില്ലേ? നീയോട് പെണ്ണക്കല്ലേ? അമ്മക്ക് ഉണ്ടാണേ. അമ്മക്ക് തന്നല്ല പിന്നെ എനിക്കെന്നാ? കുടിച്ചൂടെ? എത്ര പണിയാ ചെയ്യാനുള്ളതെന്നറിയോ? ഒരു ഞായറാഴ്ച കിട്ടുന്നത്. പള്ളി പോലും പോകാൻ സമയം കിട്ടുന്നില്ല. എന്നാ കുടി. അല്ല, നീ ഇന്ന് പള്ളിയിലൊന്നും പോയില്ലേ? ആ, ഞാൻ പൊക്കോളാം. എടി, ഭക്ഷണം കഴിച്ചിട്ട് പോ. ഓ, അത് ഞാൻ കഴിച്ചോളാം. അത് അവർ ഓൾറെഡി ഇവിടെ എത്തി. നേരം എടുത്തതുള്ളൂ. അപ്പോഴേക്കും തുടങ്ങി കൂട്ടുകാരുടെ ബഹളം. എന്തൊക്കെ കാരണം എന്താണ്? ഹലോ അമ്മേ, നീ എത്ര നാളെ എവിടെയായിരുന്നു? നീ എന്താ ഇങ്ങോട്ടൊന്നും വരാത്ത? അമ്മയൊന്നും കാണണ്ടേ? അമ്മ എനിക്കത് തിരക്കായിരുന്നു. ബിനോയുടെ അപ്പനും അമ്മയൊക്കെ വീട്ടിൽ വന്നിരിക്കുന്നു. 2 ആഴ്ചയോളം അവിടെ ഉണ്ടായിരുന്നു അവര്. അത് ശരി. അവരെന്തിനാണ് ഇത്ര ദിവസം അവിടെ നിർത്തണേ? അതേയുള്ളൂ. അമ്മ എന്ത് വർത്താനം ഈ പറയുന്നേ? അവര് അവരുടെ മോന്റെ വീട്ടിലല്ലേ വന്ന് നിൽക്കുന്നേ. അതുപോലെയല്ലേ അമ്മ അമ്മയുടെ മോന്റെ വീട്ടിൽ നിൽക്കുന്നത്. ഇവിടുത്തെ മരുമോൻ അമ്മയോട് പറയാണ് ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ അമ്മ എന്ത് ചെയ്യും? ആ, എന്റെ അടുത്ത് പറഞ്ഞാലേ വിവരം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനിയെങ്കിലും നന്നാവാൻ നോക്കും. വയസ്സ് ഇത്ര ആയില്ലേ? ദിവസവും രാവിലെ പള്ളി പോയിട്ട് ഒരു കാര്യമില്ല. ഇനിയെങ്കിലും മനസ്സ് നന്നാക്കും. നാത്തൂനെ, സിഞ്ചു, സിഞ്ചു. ഓ, അമ്മയാ? അമ്മ എന്നോട് വിശേഷം? സിഞ്ചു ഇല്ല അമ്മ? ഓ, ഉണ്ടല്ലോ. മകളുടെ കൂട്ടുകാരൻ വന്ന് മകള് പോയി. ഇപ്പൊ അമ്മയുടെ കൂട്ടുകാരാ വന്നിരിക്കണേ. എന്തൊക്കെ കാണണം എന്റെ കർത്താവേ. ആ ഡാഡിയ, നീ എപ്പോഴാ വന്നേ? ഞാൻ അടുക്കളയിലായിരുന്നടാ. ഞാനിപ്പോ വന്നേയുള്ളൂ. അമ്മ തന്നെ ദേഷ്യത്തിലാണല്ലോ. അതൊന്നും നീ നോക്കണ്ട. എപ്പോഴും തന്നെയാ ഇവിടെ അവസ്ഥ. എപ്പോഴും വഴക്കും മോച്ചയും വിളിയും തന്നെ. അല്ലടാ, നീ എന്താ വന്നേ? ഞാൻ ചുമ്മാ വന്നാ. ഒരു കാര്യമുണ്ട്, നീ ഇന്ന് പള്ളി പോയില്ലേ? ഇല്ലടാ, ഇവിടുത്തെ തിരക്ക് നിനക്കറിയാത്ത. രാവിലെ ആരും ഇല്ല എന്നെ സഹായിക്കാന്. ഒറ്റയ്ക്ക് ഇരുന്ന് എല്ലാം പണിയെടുക്കണം. പിന്നെ മാറ്റി വെക്കാൻ പറ്റുന്ന പള്ളിക്കാരൻ മാത്രമാണല്ലോ. ഞാൻ രാവിലെ പള്ളിയിൽ പോയപ്പോൾ ഷിനോച്ചനെ കണ്ടായിരുന്നേ. അച്ഛൻ എന്നോട് പറഞ്ഞു സിഞ്ചുവിനെ പള്ളി കണ്ടിട്ട് കുറെ ദിവസമായി. അതുപോലെ റോസ് പള്ളി വരുന്നില്ല എന്ന് അച്ഛൻ പറഞ്ഞു. റോസ് ഇപ്പം ക്യാമ്പസിൽ നിന്ന് പോവാറില്ലേ പള്ളിയില്? എടാ, എന്താ പറയുന്നത് നീ? അവളെല്ലാ ആഴ്ചയിലും ഇവിടെ ഇരുന്ന് പള്ളിയിലേക്ക് പോകുന്നുണ്ടല്ലോ. എന്നിട്ട് പ്രാക്ടീസ് ഉണ്ട്, പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് ലേറ്റ് ആയിട്ടാണ് എന്നും വരുന്നത്. കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് അവള് പള്ളിയിലും കുർബാനയ്ക്കും ക്യാമ്പസിൽ ക്ലാസ്സിലും പോയിട്ടില്ല. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു നിന്നെ പോയി കണ്ട കാര്യം എന്താണെന്ന് തിരക്കാൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ ദൈവമേ, ഈ കുരുത്തം കെട്ടവളത് എവിടേക്കോ പോയിരിക്കുന്നത് ദൈവത്തിനറിയാം. എന്റെ ഡാഡിയെ ഞാൻ എന്താ ചെയ്യാ? നീ വിഷമിക്കില്ലേ, നമുക്ക് നോക്കാം. സിഞ്ചു, ഫോൺ ബെല്ലടിക്കുന്നുണ്ടല്ലോ. നീ ആരാണെന്ന് പോയി നോക്കി. ഹലോ, ആ, ഇതാരാണ്? ഹലോ, റോസിന്റെ അമ്മയല്ലേ? അതെ, റോസിന്റെ അമ്മയാണ്. ഇതാരാണ്? ഇത് ഞാൻ പറയാം. മകൾ എവിടെയാണ്? അവള് പള്ളിയിൽ പോയി. അല്ല, ഇത്രയും നേരമായിട്ട് മോൾ വന്നില്ലേ? 5 മണിയായല്ലോ. അവൾക്ക് പള്ളിയിൽ പ്രാക്ടീസ് ഉണ്ട്. അല്ല, നിങ്ങൾ ആരാ? സോറി, ഞാൻ പോലീസ് ഓഫീസറാണ്. എന്നിട്ട് അച്ഛനെ വിളിച്ച് ചോദിച്ചില്ലേ പ്രാക്ടീസ് ഉണ്ടോ, എന്താണ് പള്ളിയിൽ പരിപാടി എന്നൊക്കെ? ഇല്ല, ഞാൻ ചോദിച്ചില്ല. അതാണ് നിങ്ങളുടെ കുഴപ്പം. മക്കൾ പറയുന്നത് കണ്ണടക്കി വിശ്വസിക്കും. മക്കളെവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ഇതൊന്നും അന്വേഷിക്കില്ല. എന്തെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് പെട്ടാൽ പിന്നെ ഞങ്ങൾ ജോലിയാവണം.
ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കേൾക്കണം. 2-3 ആഴ്ച നിങ്ങളുടെ മകള് കുട്ടികളൊന്നും പറയാൻ നടക്കുകയാണ്. പ്രധാനമന്ത്രിയായിട്ട് ബാങ്കിൽ നടക്കില്ല. എല്ലാ കൃത്യവും വേണ്ടേ? ഞങ്ങൾ അവരെ പിടികുറച്ച് വയ്ക്കുകയാണ്. ഇന്ന് കൈമാറിയ സമയം അവരെ മകളുടെ കൂട്ടുകാരെ പിടികൂടി അവരെ അറസ്റ്റ് ചെയ്തു. പിന്നെ താങ്കളുടെ മകളും കൂട്ടുകാരും നിരപരാധികളാണെന്ന് അറിയാവുന്നുണ്ട്. എല്ലാ കുട്ടികളെയും ആളുകളെ പീഡിപ്പിച്ച് കുട്ടികളാണ് കുറെ പറഞ്ഞു. ബോസിന്റെ ഫാദർ നാട്ടിലല്ലോ. അതുകൊണ്ട് മോളെ ഒരാളുകൂടെ ഞങ്ങൾ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം. ദയവായിട്ട് ഇപ്പോൾ രക്ഷപ്പെടുന്നു. ഓക്കെ, ബൈ. ഓക്കെ സാർ, താങ്ക് യു സാർ. ഡാഡി എന്ത് പറയാനാ? പോലീസ് ഓഫീസറാണ് വിളിച്ചത്. എനിക്കങ്ങ് പേടിയാകുന്നു. എന്ത് ചെയ്യാനാ? ഈ കുട്ടി എന്താ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. സെഞ്ചു, നീ വിഷമിക്കല്ലേ, നമുക്ക് നോക്കാം, എന്താ നോക്കാം. എന്ത് പറ്റി ചേച്ചി? എന്ത് ഇത്ര ടെൻഷൻ അടിച്ചേക്കുന്നേ? നാത്തോനെ എന്ത് പറയാനാ? പോലീസാ വിളിച്ചത്. റോസ് എന്തോ കുരുത്തക്കേടി പറ്റുമോ? അവളെ പോലീസ് പിടിച്ചെന്ന് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു. എനിക്ക് അറിയില്ല എന്ത് ചെയ്യാനാ. ഷോ, ഇത് അമ്മ അറിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും? സാരമില്ല സെഞ്ചു, നീ വിഷമിക്കല്ലേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ചേച്ചി വിഷമിക്കല്ലേ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. വിഷമിക്കല്ലേ, നമുക്ക് നോക്കാം. സെഞ്ചു, നമുക്കത് റോസ് കണ്ടോ? എവിടെ? അയ്യോ, റോസിന്റെ കൂടെ റോസിന്റെ ടീച്ചറാണല്ലോ. എടീ, കൊടുത്തല്ലേ നീ പള്ളിയിലേക്ക് തന്നെ എവിടെയാ പോയത്? തന്നില്ല, തന്നിട്ട് ഒരു കാര്യമില്ല. ബഹളം വയ്ക്കാൻ വേണ്ട. റോസ് അവിടേക്ക് പോയേ. ടീച്ചർക്ക് എവിടുന്നാ അവളെ കിട്ടിയത്? അത് പറയാം. എല്ലാം ഒരു നിമിത്തം ദൈവാനുഗ്രഹമെന്ന് എനിക്ക് പറയാനുള്ളൂ. എന്നെ വിളിച്ച പോലീസ് ഓഫീസർ എൻ്റെ ഹസ്ബൻഡാണ്. അദ്ദേഹത്തെ കാണാൻ അത്യാവശ്യമായിട്ട് ഞാൻ സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് റോസ് അവിടെ ഇരുന്ന് കരഞ്ഞ് വിഷമിച്ചിരിക്കുന്നത് കണ്ടത്. ഞാനാ പറഞ്ഞത്, ഞാൻ അറിയും എൻ്റെ കുട്ടിയാണ്, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന്. അങ്ങനെയാണ് ഞാൻ കൊണ്ടുപോകാനിടയായത്. എത്ര വലിയ പ്രശ്നത്തിൽ അവിടെ ചെന്ന് പറ്റുമെന്ന് അറിയും. അതെങ്ങനെയാ? വളർത്തു ദോഷം. എന്റെ മോളുടെ മക്കളില്ലേ എത്ര നല്ല കുട്ടികളാണെന്നറിയോ? ഒരു കുഴപ്പമില്ല. അതുപോലെയാണ് നമ്മൾ വളർത്തുന്നത്. അമ്മ അങ്ങനെ പറയരുത്. ഒരമ്മയും തൻ്റെ മക്കളെ മോശമാകാൻ ആഗ്രഹിക്കില്ല. നല്ല അന്തരീക്ഷം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അതിന് അമ്മാവയ്ക്ക് ഒത്തിരി ഉത്തരവാദിത്തമുണ്ട്. പേരക്കുട്ടികളെ ചേർത്ത് പിടിച്ച് നല്ലത് പറഞ്ഞു കൊടുത്ത് വളർത്തണം. ഇന്ന് അപ്പനും അമ്മയ്ക്കും ജോലി ഉണ്ടായിരിക്കും. ആ സമയത്ത് അമ്മാവയുടെ ഉത്തരവാദിത്തം വലുതാണ്. അമ്മാവയ്ക്കും നല്ല ആ കുട്ടിയുടെ കൂടെ നിൽക്കുന്ന കുട്ടിയെ കാണുന്ന ഓരോ വ്യക്തികൾക്കും ഉത്തരവാദിത്തമുണ്ട്. ഒരു നല്ല അന്തരീക്ഷവും നല്ലൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ. റോസിന്റെ അമ്മ വിഷമിക്കണ്ട. എന്തായാലും ദൈവാനുഗ്രഹമുണ്ട്. അതുകൊണ്ട് കൂടുതൽ മോശമായതൊന്നും സംഭവിച്ചില്ലല്ലോ. അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. നാം കരുതും നമ്മുടെ മക്കൾ ഓരോരുത്തരും നല്ലവരാണ്, നമ്മെ ചതിക്കില്ല എന്ന്. പക്ഷെ കാലം ഒരുപാട് മാറിപ്പോയി. ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ഒരു കണ്ണ് എപ്പോഴും നമ്മുടെ മക്കളുടെ പുറകെ ഉണ്ടായിരിക്കണം. നന്നായി പ്രാർത്ഥിക്കുക. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തിയതുപോലെ. കാരണം വേദന എന്തെന്നറിഞ്ഞ് ബുദ്ധിമുട്ട് എന്തറിഞ്ഞ് വളർത്തി നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോയില്ല. നമുക്ക് എല്ലാവർക്കും അതുപോലെ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ കഴിയട്ടെ. അതോടൊപ്പം നമ്മുടെ മക്കളാകുന്ന പട്ടത്തിൻ്റെ ചരട് പരിശുദ്ധ അമ്മയെ നമുക്ക് ഏൽപ്പിക്കാം. അങ്ങനെ സ്വതന്ത്രമായി സ്വസ്ഥമായി നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ. അപ്പോൾ ഞാൻ ഇറങ്ങുകയാണ്. റോസ് അല്ലേ? റോസ്, അപ്പോൾ നാളെ ക്ലാസ്സിൽ കാണാം. നല്ല കുട്ടിയാകാം. ഇനി ഇതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കരുത്. ഇതിനെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുകയല്ല. അപ്പോൾ റോസിൻ്റെ അമ്മ ഇനി അവളെ വഴക്ക് പറയണ്ട കേട്ടോ. അവൾ നല്ല കുട്ടിയാണ്. ഒരബദ്ധം പറ്റി, അതിൽ ചിന്തിച്ചാൽ മതി. ഓക്കെ, ബൈ. ശരിയിലേക്ക് അതൊക്കെ നമുക്ക് നടന്നു പോകാം.